വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 15-ാം തിരുവചനം. പ്രതീക്ഷയോടെ ഇരുന്ന ജനമെല്ലാം ഇവൻ തന്നെയോ ക്രിസ്തു എന്ന് യോഹന്നാനെ പറ്റി ചിന്തിച്ചു തുടങ്ങി. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, കർത്താവിൻ്റെ വരവിനെ പ്രതീക്ഷയോടെ കാത്തിരുന്ന നല്ലൊരു വിഭാഗം ജനങ്ങൾ ഇസ്രായേലിൽ ഉണ്ടായിരുന്നു. അവര് യോഹന്നാൻ്റെ വ്യതിരിക്തമായ ജീവിത രീതി, വ്യത്യസ്തമായ സംസാരം, ധീരത ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ വളരെയധികം അവനെ സ്നേഹിക്കുകയും കാത്തിരുന്ന രക്ഷകനായ മിശിഹ ഇവൻ തന്നെയോ എന്ന് യോഹന്നാനെ പറ്റി ചിന്തിക്കുകയും ചെയ്തു. ഇതൊരു വലിയ കെണിയാണ്. യഥാർത്ഥത്തിൽ ഈ ജനത്തിനറിയാം ആരാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ക്രിസ്തു വരുന്നത്. ക്രിസ്തു കന്യകയിൽ നിന്നും ആണ് ജനിക്കേണ്ടത്. ക്രിസ്തു ജനിക്കേണ്ട സ്ഥലം ഏതാണ്? ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഇവരുടെ പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ സ്നാപക യോഹന്നാൻ്റെ ജനനം ഏതാണ് എന്ന് അന്വേഷിച്ചാൽ തന്നെ ഇവർക്ക് മനസ്സിലാകും. ചരിത്രത്തിൽ നിരവധി ആളുകൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. കാരണം ക്രിസ്തു രണ്ടാമത് വരും എന്ന് നമുക്കെല്ലാം അറിയാം. എന്നാൽ പല മനുഷ്യരെയും ക്രിസ്തുവാണ് എന്ന് ആളുകൾ വിശ്വസിക്കുകയും പിഞ്ചൊന്ന് കെണിയിലാവുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അന്ത്യക്രിസ്തുവിനെ പറ്റിയും നിരവധി മതമർദ്ദകരായ ക്രൂരരായ ഭരണാധികാരികളുടെ മേൽ അന്ത്യക്രിസ്തു എന്ന് ആരോപിച്ചുകൊണ്ട് ആളുകൾ തെറ്റിൽ പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ഒറിജിൻ ഇക്കാര്യത്തിൽ പഠിപ്പിക്കുന്നത് ആരെയും അളവിലധികം സ്നേഹിക്കുന്നത് പാപമായി തീരും. ഒരു വസ്തു എന്താണെന്ന് മനസ്സിലാക്കാതെ മറ്റൊന്ന് അതിൽ ആരോപിച്ചാൽ, അധികമായി സ്നേഹിച്ചാൽ സ്നേഹിക്കുന്നവരും സ്നേഹിക്കപ്പെടുന്നവരും കുറ്റക്കാരായി തീരും എന്നാണ് ഒറിജിൻ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ 12-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വചനത്തിൽ ഹെറോദേസിനെ ജനങ്ങൾ ഒരു ദേവന്റെ സ്വരമാണ് കേൾക്കുന്നത് എന്ന് പറഞ്ഞ് അമിതമായി പുകഴ്ത്തുന്നു. അതേ അടുത്ത നിമിഷം തന്നെ ദൈവദൂതൻ അവനെ അടിച്ചു വീഴ്ത്തുകയും പുഴുക്കൾക്കിരയായി അവൻ മരിക്കുകയും ചെയ്യുന്നതായി കാണാൻ സാധിക്കും. അടുത്ത വചനത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് സ്നാപകൻ ഇത് തിരുത്തി കൊടുക്കുന്നതാണ്. അർഹതയില്ലാത്ത ഒരു മഹത്വം സ്വീകരിക്കാതെ, അർഹതയില്ലാത്തതൊന്നും സ്വീകരിക്കാത്ത ഒരു എളിമയോടെ സ്നാപക യോഹന്നാൻ ജനങ്ങളുടെ ഈ ചിന്ത തിരുത്തി കൊടുക്കുന്നു. നമ്മുടെ ജീവിതത്തിലും നമുക്ക് അർഹതയില്ലാത്ത ബഹുമാനവും സ്ഥാനമാനങ്ങളുമെല്ലാം ആളുകൾ നമ്മുടെ മേൽ ആരോപിക്കുമ്പോൾ എളിമയോടെ അത് തിരുത്തി കൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ ടു ഓൾ ഓഫ് യു.